ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ജോംപോ ഗോഷിയറുടെ ലമാലെ പെർഫ്യൂം. ഇത് ടെസ്റ്ററാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫ്യൂം കിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പെർഫ്യൂമുകളുണ്ട്. ഇപ്പോൾ ജോംപോ ഗോൾഷിയർ പോലത്തെ പെർഫ്യൂംസ് ബ്രാൻഡുകളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂംസിനൊക്കെ നമ്മൾ ട്രൈ ആക്കുമ്പോൾ ഒരു മുൻവിധി എടുക്കാറുണ്ട്. ഐ മീൻ ഞാനൊരു പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾ. സോ എങ്ങനെ ഇരിക്കും പെർഫ്യൂം, ഒരു പെർഫ്യൂമിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, കുറ്റങ്ങൾ കണ്ടു, അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മൾ എന്തെങ്കിലും ക്രിട്ടിക്കായിട്ടാണ് ഈ പെർഫ്യൂമിനൊക്കെ സമീപിക്കാറ്. കാരണം ഭയങ്കര ഹൈപ്പ് കൊടുത്ത പെർഫ്യൂമല്ലേ. അങ്ങനെ നമ്മൾ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാണ്ട് ഇഷ്ടത്തിലായി പോയിട്ടുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പെർഫ്യൂമാണ് ജോംപോ ഗോഷിയർ. നല്ല രസമുള്ള സെൻ പ്രൊഫൈൽ കിട്ടോ. ഈ സെൻ പ്രൊഫൈല് നല്ല സെഡക്റ്റീവ് നേച്ചറുള്ള, നല്ല സെഡക്റ്റീവ് നേച്ചർ, ആരും വശീകരിക്കാനുള്ള നല്ല ശേഷിയുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് ജോംപോ ഗോഷിയറുടെ ലമാലെ പെർഫ്യൂം. എനിക്ക് ഡിയോർ ഹോം ഇൻറ്റൻസ് ഞാൻ പറ്റിയിട്ടില്ല, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിയോർ ഹോം ഇൻറ്റൻസിൻ്റെ ആ വൈബ് ഒരിത്തിരി ഞങ്ങൾ അല്ലെങ്കിൽ ചിവൻചി ജെന്റിൽമെൻ റിസർവ് പ്രിവേ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമുണ്ട്. അതിലൊക്കെ ഉള്ള ഒരു ഐറിസ് ഉണ്ട്, അതായത് കുറച്ച് ലിപ്സ്റ്റിക്ക് നേച്ചറായിട്ടുള്ള ഒരു ഐറിസ്. ഇത് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഇൻ്റഗ്രേഷൻ ആയിട്ടൊക്കെ തോന്നിപ്പോയി. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആ പെർഫ്യൂമിൽ കുറച്ചൊക്കെ ഓഫീസ് സെൻട്രിക്കാണ്, ഇതും ഓഫീസ് സെൻട്രിക് ആയിട്ടൊക്കെ തോന്നി. കാരണം ഇതിൽ മൾട്ടിപ്പിൾ പർപ്പസാണ്. അതായത് ഇത് ഡേറ്റ് നൈറ്റ് ആയിട്ട് അടിക്കാം. നല്ല സെഡക്റ്റീവ് നേച്ചർ ഉണ്ട്, നല്ല അടിപൊളി സെഡക്റ്റീവ് നേച്ചർ ഉണ്ട് കേട്ടോ. ഇത് ഓപ്പോസിറ്റ് ജെൻഡറിന് നല്ല ഫീൽ ഗുഡ് ഫാക്ടർ നൽകുന്ന, നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുമ്പോൾ അത് നമ്മളിങ്ങനെ പിടിച്ചിരുത്താൻ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു സെൻ പ്രൊഫൈൽ. നല്ല സെഡക്റ്റീവ് നേച്ചർ കേട്ടോ. സ്റ്റിൽ അതായത് കുറച്ച് പെർഫ്യൂംസ് ഉണ്ടല്ലോ, അസാറോ വാണ്ടഡ് ബൈ നൈറ്റ്, അസാറോ ദി മോസ്റ്റ് വാണ്ടഡ്, പെർഫ്യൂംസ് ഡി മാർലിയുടെ ലേട്ടൺ, അങ്ങനത്തെ കുറച്ച് പെർഫ്യൂംസുകളുണ്ട് ഡേറ്റ് നൈറ്റിന് പറ്റിയത്. പ്രാഡ ലോം ഇൻറ്റൻസ്, ആ കൂട്ടത്തിലൊക്കെ വെക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഡേറ്റ് നൈറ്റിന് പറ്റിയിട്ടുള്ള ഒരു പെർഫ്യൂമും പിന്നെ ഇത് ഓഫീസിൽ പഠിക്കാൻ പറ്റും. അതായത് ഇത് 2 റോളായിട്ട് അതൊക്കെ നിൽക്കും. ഈ പെർഫ്യൂം കുറച്ച് ഈവനിങ് ടൈമിലും കുറച്ച് നൈറ്റ് ടൈമിലും അടിച്ചു കഴിഞ്ഞാലാണ് ഇതിന് ഏറ്റവും നല്ല സമയത്ത് ഈ പെർഫ്യൂം അടിച്ചു നോക്കുക. ഈ 2-3 ദിവസമായിട്ട് ഈ പെർഫ്യൂം രാവിലെയും പകലൊക്കെ ആയിട്ട് അടിക്കുന്നുണ്ട്. ഇംപ്രസ് ആക്കിയിട്ടുണ്ട് ഈ പെർഫ്യൂം. സെൻ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് കുഴപ്പമില്ലാത്ത വിധം ലാസ്റ്റിങ്ങും ഉണ്ട്, കുഴപ്പമില്ലാത്ത വിധം പ്രൊജക്ഷനും ഉണ്ട്. പക്ഷെ പ്രൈസ് വൈസ് ഒരിത്തിരി പ്രീമിയത്തിലാണ്. 10,000 മുകളിൽ നമ്മുടെ നാട്ടിൽ ഇതിന് പ്രൈസ് നിൽക്കുന്നുണ്ട്. ഇവിടെയും ഈ എമിറേറ്റ്സിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയുണ്ട്. ഇത് ടെസ്റ്ററിനും അത്യാവശ്യം, എൻ്റെ കയ്യിലുള്ളത് ടെസ്റ്ററാണ്, ഇതിനും അത്യാവശ്യം 270, 280, 300 അടുത്ത് റേറ്റ് ഉണ്ട്. സോ ഇതൊരു ചീപ്പ് ടെറിട്ടറിയിൽ നിൽക്കുന്ന ഫ്രാഗ്രൻസ് അല്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഡിസൈനർ പെർഫ്യൂമിലായിട്ട് മാത്രം കമ്പാരിസൺ പോകുമ്പോൾ ഈ പെർഫ്യൂം നല്ലൊരു പെർഫ്യൂമാണ്. ഇത് അത്യാവശ്യം അറ്റൻഷൻ ഡിസർവ്ഡ് ആയിട്ടുള്ള പെർഫ്യൂം തന്നെയാണ്. ആ ഐറിസ് കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. അത്ര ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് ഐറിസ്. അത് പിന്നെ ടെംപ്റ്റഡ് ആയി പോകും. സോ ഇതിനെ കുറിച്ച് നല്ലതല്ലാണ്ടൊക്കെ പറയാൻ കഴിയില്ല. കാരണം ഇതിൽ കാർഡമൺ, ടോപ്പ് നോട്ടിൽ കാർഡമൺ, പിന്നെ വാനില. പെട്ടെന്നൊരാൾ വന്നു. അപ്പോൾ ഐറിസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് മാറുന്നുണ്ട്. പ്ലസ് ഇതിന് ഏറ്റവും കൂടുതൽ മറ്റേതില്ലാത്തതും അഡീഷണൽ ആയിട്ട് കയറി വരുന്നതും കാർഡമൺ പ്ലസ് വനില. കാർഡമൺ ആ ഒരു സ്പൈസി നോട്ടിൽ കയറി കിടക്കുന്ന കാർഡമൺ, അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട് ചെറുതായിട്ട്, അതായത് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. താഫ ഹംറ പ്ലസ് ഡിയോർ ഹോം ഇൻറ്റൻസ് എന്താണോ അത് ചിലപ്പോൾ ഇതായിട്ട് വരും. ഇനി അങ്ങനെയല്ല, നമ്മുടെ ടൈറ്റൻ സ്കിൻ നോക്സ് ഹോം ആണുങ്ങളുടെ ഒരു പെർഫ്യൂം ഉണ്ട്. ടൈറ്റൻ്റെ ഏറ്റവും പ്രീമിയം വിലയിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം. അതിൻ്റെ ഒക്കെ ആ പെർഫ്യൂം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ബൈ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ജോംപോ ഗോഷിയറുടെ ലമാലെ പെർഫ്യൂം. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് പറഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇവിടുത്തെ, പക്ഷെ നല്ല ചൂടുണ്ട്. സ്റ്റിൽ ഈ പെർഫ്യൂം ഒരു 3 മണിക്കൂർ നല്ലൊരു ആക്റ്റീവ് പ്രൊജക്ഷൻ, നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷനും, അതിനുശേഷം ഒരു 8 മണിക്കൂറോളം. കാരണം സ്കിന്നിൽ കുറച്ച് ഒരു 3-4 5-6 മണിക്കൂറിൽ തീർന്നു പോകണമെങ്കിൽ, പക്ഷെ ക്ലോത്തിൽ ഈ പെർഫ്യൂം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഞാൻ ഇന്നലെ അടിച്ച് ഇന്ന് രാവിലെ പെർഫ്യൂം എൻ്റെ ടീഷർട്ടിലുണ്ടായിരുന്നു. സോ പെർഫ്യൂമിൻ്റെ ഒരു വൈബ് ഒരു ദിവസത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നല്ല സെഡക്റ്റീവ് ആയിട്ടും നല്ല ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ്. പിന്നെ ഓഫീസിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഓഫീസിലും അടിക്കാൻ പറ്റും. സോ പ്രോപ്പറായിട്ട് ഒരു ഡേറ്റ് നൈറ്റ് വിയറിങ്ങിന് പറ്റിയിട്ടുള്ള പെർഫ്യൂം എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇതും അതേപോലെ നമ്മുടെ പ്രാഡാലോ മിൻറ്റൻസ് ഈ സാധനം, അതേപോലെ പെർഫ്യൂംസ് ഡിമാർലിയുടെ ലേട്ടൻ, അതിൻ്റെ ഒരു ടെസ്റ്റർ എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക വയല എൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ദുബായ് മാളിലൊക്കെ ട്രൈ ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാറുള്ളത്. നല്ലൊരു പെർഫ്യൂമാണ്. വില ഇത്തിരി കൂടുതലാണ്. അതാണ് ഞാൻ ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് പുള്ളി എന്ന് പറയാത്തത്. ഇത് കണ്ടല്ലോ, ചില്ലറ പൈസ ഇല്ല. അപ്പോൾ ഡിസൈനർ പെർഫ്യൂംസ് വാങ്ങിച്ച ആളുകൾക്ക് ഇത് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ വെർത്തായിരിക്കും. ഡിസൈനർ പെർഫ്യൂംസ് അറിയുന്ന ആളുകൾക്ക് ഇതൊരു മസ്റ്റ് ബൈ, ഒരു മൈൽ സ്റ്റോൺ ബൈ ഒക്കെ തന്നെയാണ് ഈ പെർഫ്യൂം. നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള സൺ പ്രൊഫൈൽ വെച്ചിട്ടുള്ള അടിപൊളി പെർഫ്യൂം തന്നെയാണ്. സോ ഇതാണ് ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്. എന്നാൽ ശരി, നമുക്ക് ഒരു അടുത്ത വീഡിയോ ഇട്ട് കാണാം. അസ്സലാമു അലൈക്കും.